मातरं मलयज शीतलां मातरं सुजलां सुफलां मातरं मलयज शीतलां मातरं शस्य श्यामलां मातरं നമ്മളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞു. രാജ്യസ്നേഹവും ഈ പെർഫോമൻസ് കൂടെ വന്നപ്പോഴേ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയി. താങ്ക് യു സോ മച്ച്. അനീറ്റയുടെ വീട് എവിടെയാ? എന്റെ വീട് ഇവിടെ കൊച്ചി തന്നെയാണ്. കൊച്ചി തന്നെയാ. എന്താ പഠിക്കുന്നത്? എന്തെങ്കിലും ചെയ്യുന്നു? ഞാൻ ജോലി ചെയ്യാണ്. ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യണേ. ഡിസൈനർ ആയിട്ടാണ്. വെരി ഗുഡ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാനും മമ്മിയും പപ്പയും. ശരിക്കും ബേസ് ചിത്രരചനയായിരുന്നു? അതെ അതെ, ഞാൻ MA ആനിമേഷനാണ് പഠിച്ചത്. BA ആനിമേഷൻ തന്നെയായിരുന്നു. അപ്പൊ ഫുൾ വരയനോടാണ് ഇൻട്രസ്റ്റ്. ഇതിലേക്ക് വന്നിട്ട് കുറച്ച് നാളായോ? അതെ അതെ, ഞാൻ 10th സ്റ്റാൻഡേർഡ് തൊട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം സ്കൂളിലായിരുന്നു ചെയ്തത്. അപ്പൊ വരയ്ക്കുന്നതുകൊണ്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് ഇതായതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. എന്തായാലും ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു ദിവസത്തിൽ ഇത് കാണാൻ സാധിച്ചത് വലിയ സന്തോഷം. അതിന് അപ്പുറം വാക്കുകളില്ല. താങ്ക് യു. ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ആരാണ് ഈ ഒരു രംഗത്തേക്ക് വരാൻ? എല്ലാരും ഈക്വൽ സപ്പോർട്ടാണ്. കുറച്ച് സപ്പോർട്ട് കുറവുള്ള ഞാൻ തന്നെ മടിച്ചിരിക്കുകയാണ് ചെയ്യാറ്. മടിയാണ് അല്ല, ഇത് സാൻഡായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ കുറച്ച് ഫിസിക്കലി കുറച്ച് സ്ട്രെയിനിങ് ആണ്. അപ്പൊ പക്ഷെ ബാക്കി എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ആർട്ട് ഫോമിലൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൂസ് ബുംബായി അല്ലേ. ആ ആർട്ട് ഫോമിലൂടെ നമ്മളെ വീണ്ടും ആ ഒരു നമ്മളുടെ ഇന്ത്യ നാട്, നമ്മളുടെ നാനാത്വത്തിൽ ഏകത്വം, അങ്ങനെ എല്ലാം വന്നു അതിൽ അല്ലെ. പല പല നാട്, പല പല രാജ്യങ്ങൾ, പല സ്ഥലങ്ങള്. ദൈവം നമ്മളെ എല്ലാവരെയും ഒരേപോലെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ ചെറുതായിട്ട് മാറ്റമുണ്ടെന്ന് തോന്നിയപ്പോലും ആ മാറ്റത്തിന് വേണ്ടി ഒരിക്കലും അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ ആ രീതിയിൽ നോക്കാതിരിക്കാനുള്ള അത്രയും കഴിവ് നമുക്ക് തന്നിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് അല്ലേ. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടിയാവാൻ ഭാഗ്യം സിദ്ധിച്ച നിങ്ങൾക്കും, നിങ്ങളെ വളർത്താൻ സാധിച്ച നമ്മളെല്ലാവരും, പിന്നെ നിങ്ങളെ ഇത്രയും എല്ലാ സപ്പോർട്ടും നൽകുന്ന അമ്മമാർക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്കും മാതാപിതാക്കൾക്കൊക്കെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഇതിൽ കൂടുതൽ നല്ലൊരു സന്ദേശവും നമുക്ക് നൽകാനില്ല. കാരണം ഇന്ത്യ പറയുന്ന പോലെ എല്ലാ മതങ്ങളും ഉണ്ട്, എല്ലാ ജാതികളും ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളും ഒന്നാണ്, ഇന്ത്യയും ഒന്നാണ്. സൂപ്പർ. എനിക്ക് എന്റെ ലൈഫിൽ ഒരു ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ ആണ് പക്രുചേട്ടൻ. അപ്പൊ കുഞ്ഞിലേ തൊട്ട് നമ്മൾ കാണുന്ന ഒരു ഫേസ് അല്ലേ. അപ്പൊ അതെ അതെ, ഉറപ്പായിട്ടും നമ്മുടെ എല്ലാവരുടെയും ആദ്യം കണ്ടത് പക്രുചേട്ടനാണ്. അത് കഴിഞ്ഞിട്ടാണ് ബിബിൻ ചേട്ടനെ കാണുന്നത്. അപ്പൊ ബിബിൻ ചേട്ടൻ എനിക്ക് വില്ലൻ വേഷങ്ങളാണ് കൂടുതൽ ഇഷ്ടം. കാരണം അങ്ങനെ അല്ല, യൂഷ്വലി ഇങ്ങനെ ഭയങ്കര നന്മമരായിട്ടാണല്ലോ കുറച്ച് ഈ പ്രശ്നമുള്ള ആൾക്കാര് ഇങ്ങനെ കുറച്ച് ഫിസിക്കൽ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഭയങ്കര വില്ലൻ വേഷത്ത് വരുമ്പോ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സഹതാപമൊന്നും വേണ്ട. ആവശ്യം എന്നുള്ളതല്ലേ. നമുക്ക് ഈ ധന്യമായ മുഹൂർത്തം കുറച്ചും കൂടെ ആനന്ദകരമാക്കിയാലോ? ബിബിൻ ചേട്ടാ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യണം. മമ്മിയാണ് കൂടെ വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ശക്തി എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സ് തന്നെയാണ്. ആന്റി ഇവിടെ വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ജസ്റ്റ് ഒരു സ്നേഹ സമ്മാനത്തിന് വേണ്ടി മാത്രം പ്ലീസ് ജോയിൻ ചെയ്യണം. സൗന്ദര്യം കിട്ടിയത് എവിടെ നിന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഒരുപാട് സന്തോഷം.
മോളെ പറ്റി 2 വാക്ക് പറയണം. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇവിടെ എന്റെ മോളുടെ കരയാൻ പാടില്ല കേട്ടോ. ഒരിക്കലും ഇല്ല. ഇവിടെ കരയാൻ പാടില്ല. She's a ball lady. എഴുകിയിരിക്കും അതുകൊണ്ടാ. എല്ലാരോടും ഒരുപാട് നന്ദി. അതായത് എന്നെ മോളെ ഇവിടെ ക്ഷണിച്ചതിനും അവളെ പെർഫോം ചെയ്യാനും. തിരിച്ച് അമ്മേനോടാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. ഇത്രയും നല്ലൊരു മോളെ എന്താ പറയുന്നത് മോൾഡ് ചെയ്ത് ഞങ്ങൾക്ക് തന്നേന്. ഇല്ല, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അമ്മ ജോലി ചെയ്യുന്നുണ്ടോ അതോ? ഇല്ല ഇത് തന്നെ ജോലി. ഫാദർ എന്ത് ചെയ്യുന്നു മോളുടെ? മോൻ പുള്ളിക്കാരൻ ബിസിനസ് ചെയ്യാണ് ഐസ്ക്രീമിന്റെ. കൊച്ചിയില? കൊച്ചി തന്നെ. ഐസ്ക്രീംസ്. നമ്പർ അമ്മയുടെയും തരണം കേട്ടോ. ആള് ഭയങ്കര കൗണ്ടർ റെഡി ആയിട്ട് ഇവിടെ ആ മൈക്ക് മാറ്റി വെച്ചോ. ലെവലാണ്. ഇന്നലകളിൽ മിന്നിയതെല്ലാം